ഹലോ ഗായ്സ്, അങ്ങനെ സാനി കൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ അടുത്ത ട്രിപ്പിന് വേണ്ടി ഒരുങ്ങിയേക്കുവാണ്. ഒരു ആഴ്ചയ്ക്ക് ശേഷം വെറുതെ ഇരുന്നപ്പോൾ അങ്ങ് ഇറങ്ങിയതാണ് ഗായ്സ്. സോ ഞങ്ങളിവിടെ ബസ് കാത്ത് നിൽക്കുകയാണ്. ബസ് വന്നാൽ ഞങ്ങളിപ്പോൾ കയറി പോകും. വരുന്നില്ല ഗായ്സ്, ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ 11:26 11:33 ബസ് വരുമെന്നാണ് പറഞ്ഞത്. സാനി, നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? സർപ്രൈസ് ആണ് ഗൈസ്, സീക്രട്ടാണ്. എന്തായാലും ബൈറോയത്തിനാണ് ഗൈസ് പോകുന്നത്. ബൈറോയത്തിൽ എവിടെയാന്ന് അവർക്ക് സർപ്രൈസ് ആണ്. സോ നിങ്ങൾക്കും സർപ്രൈസ്. അപ്പം ഞങ്ങള് അവിടെ എത്തിയിട്ട് അങ്ങനെ സർപ്രൈസിലേക്ക് പോകുന്ന സമയത്ത് ഗൈസ് ഞങ്ങളൊരു പള്ളി കണ്ടു ഗൈസ്. അപ്പോൾ അതിൽ കയറാണ്ടിരുന്ന എങ്ങനെ ശരിയാവും? അങ്ങ് കയറി. അപ്പോൾ നോക്കിയപ്പോൾ എന്താ കളർഫുൾ പള്ളി നിങ്ങളും കാണും ഗൈസ്. തിരിഞ്ഞു നോക്കിയപ്പോൾ 3 പേരുടെ ശവകുടീരോ. വാവ്, നിങ്ങളും ഇതൊക്കെ കാണൂ. കാണാൻ വന്നിരിക്കുന്ന സ്ഥലം ഇതാണ്. സാനിയേക്കുള്ള സർപ്രൈസ് മ്യൂസിയമാണ് ഗൈസ്, മ്യൂസിയം. അതെ, കണ്ടുപിടിച്ചത് സാനിയ തന്നെയാണ് ഗൈസ്. സോ ഞങ്ങൾ അതിൻ്റെ അകത്ത് പോകാൻ പറ്റുമോ ആദ്യം നോക്കട്ടെ. പോകാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ സോ ഗൈസ് ഞങ്ങൾ അങ്ങനെ ഇംഗ്ലീഷ് അതിൻ്റെ അകത്ത് കയറി ഗൈസ്. ഒരാൾക്ക് വേണ്ടി 10 €ആണ് അവർ വാങ്ങിച്ചത്. അപ്പം 20 € എന്തായാലും ചിലവായി ഗൈസ്. അതിനകത്ത് ബാഗ് കയറ്റാൻ പാടില്ലായിരുന്നു, ഫോൺ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ എല്ലാവരും ഉപയോഗിക്കുന്ന കണ്ടപ്പോൾ അങ്ങ് എടുത്തോന്നേ ഉള്ളൂ. നിങ്ങളൊക്കെ ഇതൊക്കെ കാണിക്കണമല്ലോ. ഏത് പിന്നെ അവിടെ എന്തൊക്കെയോ നാടകമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അടിപൊളി സ്ഥലമായിരുന്നു ഗൈസ്, ഭയങ്കര സീനറിയൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. സോ ഗൈസ് ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ആ പള്ളി കണ്ട ആ 3 പേരില്ലേ, ആ 3 പേര് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളും എല്ലാം അവരുടെ ചരിത്രം എല്ലാമാണ്. അവരുപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രത്തിൽ നിറച്ച് പടങ്ങളാണ് ഗൈസ്, അവരുടെ സ്വന്തം പടങ്ങൾ. എന്തുവാല്ലേ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സെക്യൂരിറ്റി വന്ന് ഓടിച്ചു ഗൈസ്. എന്താണ് കാരണം? അവിടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, അതാണ്. ബട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുത്തു ഗൈസ്, വീണ്ടും വീണ്ടും. അതാ ഒരയ്ക്കുന്നു കളയുന്നു, ഒരയ്ക്കുന്നു കളയുന്നു. അവൻ ആ പ്രതിമ ഉണ്ടാക്കുകയാണ് ഗൈസ്. അവൻ്റെ പലതരം രൂപങ്ങളാണ് അതിന് ചുറ്റുമിരിക്കുന്നത്. അവൻ്റെ ശിഷ്യന്മാരാണെന്നാണ് അവൻ പറഞ്ഞത്. ഏത് ഇപ്പൊ തന്നെ എന്തൊക്കെയോ വരും. ദാ അവനുണ്ടാക്കിയ ഒരു തൂണ് പറന്നു പോകുന്നു ഗൈസ്. ഓ മൈ ഗാഡ്, നിങ്ങൾ ഇതെല്ലാം കാണണം ഗൈസ്. ഇവൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ അവനാണെങ്കിൽ ആ കേക്കിന്റെ പുറകിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഗൈസ്. സ്ട്രോയ്സിൽ വീഴുന്നു, വീണു. സ്ട്രോയ്സിൽ വീഴുന്നൊക്കെ കാണിച്ചിരുന്നു. കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന കാണിച്ചൊക്കെ തരുമായിരുന്നു ഗൈസ്. അങ്ങനെ അവൻ ഓടി ഓടി പോയി. പിന്നെ ഞങ്ങളാണെങ്കിൽ ഈ യൂറോപ്പിലെ തന്നെ ഏറ്റവും സുന്ദരിയായ രാജ്ഞിയുടെ കഥയൊക്കെ കണ്ടു ഗൈസ്. ഇതാണ് ആ റാണി. ഇനി നിങ്ങൾ ആ കഥ കാണു ഗൈസ്. ഞങ്ങളോ കണ്ടു, നിങ്ങളും കാണും. ഇങ്ങോട്ട് പിന്നെ ഉണ്ടല്ലോ ഗൈസ്, ഞങ്ങൾ കണ്ടത് പണ്ട് നാടകം നടത്തിക്കൊണ്ടിരുന്ന രീതികളൊക്കെ ആയിരുന്നു. കണ്ടോ, നിങ്ങൾ കണ്ടോ അത് തിരുമാല അടിക്കുന്നത്? ഞങ്ങൾ കണ്ടു ഗൈസ്. സോ ഗൈസ് നിങ്ങൾ കണ്ടോ അത്? ആ റാണി അയച്ചേക്കുന്ന എല്ലും കഷ്ണം പോലും വെറുതെ വിടാണ്ട് അവർ ആ മ്യൂസിയത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കുന്നു ഗൈസ്. എന്തൊക്കെയാലേ. പിന്നെ ഹിറ്റ്ലർ മാതാൻകുട്ടിയുടെ കഥയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. സോ ഗൈസ് നമുക്ക് സാനിയോട് ചോദിക്കാം, സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ? സാനിയ, സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ? സാനിയ
നമ്മുടെ ഒരു കഴിവ്. എൻ്റെ പൊന്നെ ഗൈസ്, നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റും ചെയ്യണം. അടിപൊളിയാണ്. 10 euro നമുക്ക് അതിനകത്ത് കയറാനായിട്ടാവുള്ളൂ. സോ മസ്റ്റ്. സോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസത്തെ യാത്രയും കൂടെ അവസാനിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. നല്ല ശനി. എനിക്ക് സംസാരിക്കാൻ വേണ്ടിയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ബസ് കത്തിക്കുവാണ്. അങ്ങനെ എൻലിഷ് ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. അപ്പം പിന്നെ അടുത്ത വീഡിയോ കാണാം. പറസാനി ബൈ ബൈ.